അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാടൻ ചെമ്പരത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നാടൻ ചെമ്പരത്തി വലിയ ബുഷിയായിട്ട് വലിയ വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ. ഈ ഒരു നാടൻ ചെമ്പരത്തിനെ നമുക്ക് ചട്ടിയിൽ നല്ല ബുഷിയാക്കിയിട്ട് ഹൈബ്രിഡ് പ്ലാന്റ്സ് പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. 2-3 പൂക്കൾ ഡെയിലി എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു നാടൻ ചെമ്പരത്തി നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്ലാന്റിൻ്റെ അതേ സമയത്ത് വെച്ചതാണ്. എനിക്ക് ഇതുവരെ ഇതുമൊന്നൊരു പൂവ് പോലും ഉണ്ടായി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മളെ ചട്ടിയിൽ വെച്ച് വളർത്തിയെടുത്തപ്പോഴേ ഇതുപോലെ എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹൈറ്റിൽ പോവാണ്ട് തന്നെ പ്ലാന്റ്സിൽ ഡെയിലി എനിക്ക് 2-3 പൂക്കൾ നല്ല ഭംഗിയിൽ ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൊട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വിരിഞ്ഞ് നിങ്ങളെ ഒന്ന് കാട്ടാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല ഫസ്റ്റ് കാണിച്ച പോലത്തെ സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റലായിട്ട് നല്ല ഇങ്ങനെ തിക്കായിട്ട് നിൽക്കണ നല്ലൊരു ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഒരു ചെടി ഇതിലുണ്ടായിരുന്നതാണ് കേട്ടോ. ആ ഒരു ചട്ടിയാണിത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഒന്ന് പോയപ്പോൾ ഞാൻ ആ ഒരു പോട്ട് എടുത്തെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വളങ്ങളും മണ്ണും ഒക്കെ കൂടി നല്ല സെറ്റായിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. അപ്പോൾ പോട്ടി മിക്സിൽ വലിയ കാര്യമില്ല കേട്ടോ. ഈ ഒരു ചെമ്പരത്തി നടുമ്പോൾ ജസ്റ്റ് മണൽ കൂടുതലുള്ള മണ്ണ് മാത്രം എടുത്താൽ മതി കേട്ടോ. വളങ്ങൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മണൽ കൂടുതൽ വേണമെന്ന് മാത്രമാണ് കേട്ടോ. മണൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിൽ പെട്ടെന്ന് വേരും കിട്ടും. അതുപോലെ അധികം വെള്ളമൊന്നും കെട്ടി നിൽക്കാണ്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ കമ്പൊക്കെ പെട്ടെന്ന് അഴുകി പോവാറുള്ളത്. അപ്പോൾ മണൽ ചേർക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടാൽ തന്നെ അറിയും, കാരണം മണൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ വെള്ളം ഇത്ര പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിയത്. അപ്പോൾ ഈ നമ്മൾ കമ്പ് കട്ട് ചെയ്ത് ഇതിൽ നടുന്നതിന് മുന്നായിട്ട് നമ്മൾ പോട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. അടിവശത്ത് അടക്കം വെള്ളം തട്ടാവുന്ന രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കണം. പിന്നെ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് കമ്പ് കട്ട് ചെയ്യലാണ്. കമ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് മൂത്ത കമ്പും അതുപോലെ ഒരുപാട് ഇളയ കമ്പും എടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ഒരു മിഡിലായിട്ട് നിൽക്കുന്ന ഒരു കമ്പുകളുണ്ടാവും. അത്യാവശ്യം വണ്ണം ഉണ്ടാവും. എന്നാലോ ഒരുപാട് മുത്തിട്ടില്ലാത്ത കമ്പുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കമ്പ് കണ്ടല്ലോ, ഒരുപാട് വണ്ണമില്ല എന്നാലോ അത്യാവശ്യം മൂത്തിട്ടുള്ള ഒരു കമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പാണ് ഞാനിന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നീളത്തിൽ നമ്മൾ പോട്ടുകളിലൊന്നും കുഴിച്ച് വെക്കരുത് കേട്ടോ. എപ്പോഴും നമ്മളൊരു കൈപ്പത്തിൽ വലിപ്പത്തിൽ, അതായത് ഈ ഒരു വലിപ്പത്തിൽ വേണം റിമൂവ് ചെയ്ത് ഇലകളെല്ലാം കളഞ്ഞെടുക്കണം. എപ്പോഴും നമ്മൾ ഏതൊരു പ്ലാന്റിൻ്റെ ആയാലും കമ്പ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ കമ്പിനെ ഒന്ന് ഫ്രീ ആക്കി നിർത്തണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാകുമ്പോൾ വെയിറ്റ് കൂടുതൽ വരുമ്പോൾ നമ്മളെ കമ്പൊക്കെ ഒരു കാറ്റൊക്കെ വീശുന്ന സമയത്ത് എനക്കൊക്കെ വരുമ്പോഴാണ് നമുക്കിത് പിടിച്ച് കിട്ടാത്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതൊരു കമ്പിൻ്റെ ആയാലും ലീഫെല്ലാം കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് നട്ടു വയ്ക്കാം. അപ്പോൾ ഞാൻ 2 കമ്പും ഒരേ പോട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് വെക്കണ ഒരു ഏരിയ ഒരുപാട് ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കരുത്. അതുപോലെ നേരിട്ടിട്ട് വെയിലുള്ളിടത്തേക്കും വെക്കരുത് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നേരിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ വെക്കരുത്. നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്ന വലിയ ഡ്രമ്മോ വലിയ ചട്ടിന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇത് 2 ആഴ്ച കഴിയുന്ന സമയത്ത് ഇതിൽ പുതിയ ലീഫൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് വിടണം. എന്നാലാണ് കേട്ടോ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർന്ന് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. നമ്മളെ നാടൻ ചെമ്പരത്തി നമുക്ക് സുഖമായിട്ട് നമ്മളെ ചട്ടിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.